യഥാർത്ഥത്തിൽ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ വരുന്ന വലിയ മാറ്റം അവിടെ ബഹിഷ്കരിച്ചവരെല്ലാവരും ആദ്യം തന്നെ ആ നവകേരള പദ്ധതിയിൽ അവരുടെ പ്രപ്പോസൽ സമർപ്പിക്കുകയും കേരളത്തിലെമ്പാടും ആ നവകേരള സദസ്സിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അടുത്ത 5 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി കൂടി അവതരിപ്പിക്കുന്നുണ്ട്. വികസന സദസ്സ് തട്ടിക്കൂട്ട് പരിപാടി എന്ന രീതിയിലാണ് KPCC പ്രസിഡന്റ് നേരത്തെ നവകേരള സദസ്സ് നടത്തിയിരുന്നു. അതിന്റെ പ്രയോജനമൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നവകേരള സദസ്സ് ബഹിഷ്കരിച്ച അദ്ദേഹം ഉൾപ്പെടെയുള്ള എല്ലാ MLA-മാരും നവകേരള പദ്ധതി യഥാർത്ഥത്തിൽ നവകേരള സദസ്സിനകത്ത് ഉയർന്നു വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നവകേരള പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അവിടെ ബഹിഷ്കരിച്ചവരെല്ലാവരും ആദ്യം തന്നെ ആ നവകേരള പദ്ധതിയിൽ അവരുടെ പ്രപ്പോസൽ സമർപ്പിക്കുകയും ആ നവകേരള പദ്ധതിക്ക് ക്യാബിനറ്റ് അംഗീകാരം നൽകി കേരളത്തിലെമ്പാടും ആ നവകേരള സദസ്സിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ വരുന്ന വലിയ മാറ്റം കേരളീയത്തിന്റെ എല്ലാ മേഖലയ്ക്കകത്തും, ഒരു വകുപ്പിനകത്ത് മാത്രമല്ല എല്ലാ വകുപ്പിലും വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റം എങ്ങനെ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഇത് ചർച്ച ചെയ്യപ്പെടരുത് എന്നൊരു ആഗ്രഹം സ്വാഭാവികമായിട്ടും അവർക്കുണ്ടായിരിക്കും. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ 10 വർഷം വന്ന മാറ്റങ്ങൾ, നടപ്പിലാക്കിയ കാര്യങ്ങൾ, അതിനെ തുടർന്ന് സമൂഹത്തിലും സമ്പദ്ഘടനയിലും വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടായ മാറ്റങ്ങൾ മാത്രമല്ല, ഈ സമ്മേളനത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അടുത്ത 5 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി കൂടി അവതരിപ്പിക്കുന്നത്. 10 വർഷത്തെ അനുഭവങ്ങളുടെ സ്വാംശീകരണവും അടുത്ത 5 വർഷത്തിന്റെ ഒരു നയപരിപാടിയും ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് എല്ലാ വകുപ്പുകളെയും സംബന്ധിച്ചുള്ള അതിവിശദമായ പരിശോധനയും ഭാവിയെക്കുറിച്ചുള്ള നയരേഖയുമായിട്ട് മാറും. ഈ ചർച്ചകളെല്ലാം കഴിഞ്ഞാൽ എല്ലാത്തിനെയും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു വിപുലമായിട്ടുള്ള സംവിധാനവും സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതിൽ അടുത്ത 5 വർഷം എങ്ങനെ കേരളം ഈ അടിത്തറയിൽ നിന്ന് മുന്നോട്ട് പോകും, ഇതിനെക്കുറിച്ചും നന്നായി ചർച്ച ചെയ്യും. അത് കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഏറെ സന്തോഷകരമായിരിക്കും. നമ്മുടെ നാടിന്റെ ഭാവിയിൽ രൂപപ്പെടുന്ന പ്രക്രിയയിൽ ഈ അനുഭവത്തെ മനസ്സിലാക്കുന്നതിനും ആ മുന്നോട്ടുള്ള കാര്യത്തിൽ അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു സന്ദർഭമായിട്ട് മാറും.